ടോൾ പ്ലാസകളിലെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി ദേശീയപാത പ്രോജക്ട് ഡയറക്ടർ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച മേഖലകളിൽ മാത്രമാണ് ടോൾ പിരിവ് നടത്തുന്നതെന്ന് പ്രശാന്ത് ദുബൈ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ദേശീയപാതയിൽ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും ടോൾ നിരക്കിലെ വർധനവിലും പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ പാർട്ടികൾ ടോൾ പ്ലാസ കേന്ദ്രങ്ങളിൽ പ്രതിഷേധങ്ങൾ നടത്തിയത്. പണി പൂർത്തിയാകാത്ത ഒരു റീച്ചിലും ടോൾ പിരിവ് ആരംഭിച്ചിട്ടില്ലെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ പറഞ്ഞു. സർവീസ് റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ടോൾ പിരിവ് ആരംഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. We have calculated the toll fees which is presently inclusive of only the completed parts and none of the incomplete part has been included in the toll fares. ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് നിർബന്ധമാണെന്നും ഫാസ്ടാഗ് ഇല്ലാത്തവർക്ക് പിഴ ഒടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. Because if FASTag is not valid, sometimes you may be having FASTag but it is not linked or it has expired for any reason. So you just please check if it is valid. Otherwise you will have to pay double penalty. ബൈക്കിനും ഓട്ടോക്കും ദേശീയപാതയിൽ പ്രവേശനമില്ല. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. Scooties are traveling in the fastest, the rightmost lane is for the fast moving vehicle, for the overtaking lane. We have clearly indicated at many locations this is the overtaking lane. But see, people have to be aware, and we will also try to do some campaigns for making people more aware. ദേശീയപാതയിലൂടെ പോകുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും പ്രശാന്ത് ദുബെ കൂട്ടിച്ചേർത്തു. ഫൈസൽ അസീസ്, മീഡിയ വൺ, കോഴിക്കോട്.